നമ്മളിന്ന് വന്നത് ഈങ്ങാപ്പ് എലോക്കര ദിലീപ് ആൻഡ് ഫാമിലിൻ്റെ വീട്ടിലേക്കാണ്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാൻ നമുക്ക് അകത്തേക്ക് പോകാം. നമ്മളോടൊപ്പം ഇതിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ടീം BR കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ കുറേ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ചേഞ്ച് വരുത്തിയത്? ഓക്കെ, ഇത് ആക്ച്വലി വീട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒരു ബ്രീഫ് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ എൻട്രൻസ് ഡോർ ഇവിടെയായിരുന്നു. നമ്മൾ ആ ഡോറ് കവർ ചെയ്തിട്ട് ഇവിടെ ഒരു വ്യൂ ഡോർ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഒരു ഗസ്റ്റ് ഒരു സ്ട്രേഞ്ചർ ആരെങ്കിലും വരികയാണെങ്കിൽ ഡോറ് തുറക്കണമെന്നും ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഇതൊരു പഴയൊരു ബെഡ്റൂമായിരുന്നു. ആ സൈഡിലേക്ക് നമ്മൾ ഡബിൾ ഡോറ് ഫിക്സ് ചെയ്തു. സോ ദാറ്റ് നമ്മുടെ എൻട്രൻസ് ഈ സൈഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ പാകത്തിന്. നമ്മൾ ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ ഈ സൈഡിലേക്കായിരുന്നു. ബേസിക്കലി നമ്മുടെ പഴയ എൻട്രൻസ് ആ വിൻഡോ വരുന്ന ഭാഗത്തായിരുന്നു. അവിടുന്ന് നമ്മൾ മാറ്റിയിട്ട് അത് ക്ലോസ് ചെയ്തൊരു വിൻഡോ ആക്കി. പിന്നെ നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടാൻ പാകത്തിന് ഒരു വിൻഡോ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഫാമിലി ലിവിങ് റൂം പോലെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സും വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ പാകത്തിന് ഒരു TVയും കൂടെ വെച്ചിട്ട് ഒരു ഏരിയ. ഇത് എക്സിസ്റ്റിംഗ് ലിവിങ് റൂം തന്നെയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഭിത്തി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു വർക്ക് ഏരിയ മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയ ഒഴിവാക്കിയിട്ട് ഈ ഭാഗം ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു വാഷ് ഏരിയ ഡൈനിങ്ങിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ മേളിലോട്ട് റൂംസ് ഇതിൻ്റെ മേളിൽ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. കിച്ചൺ പഴയ കിച്ചൺ എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് കുക്കിംഗ് റേഞ്ച് ഇവിടെ വെച്ച് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ചെറിയ എക്സ്റ്റൻഷനും ഇവിടെ ഒരു സ്റ്റോർ റൂമും ആയിരുന്നു. അതിൻ്റെ സ്റ്റോർ റൂം ഒഴിവാക്കി കഴിഞ്ഞിട്ട് പകരം ഫുൾ ബിൽറ്റിൻ ക്യാബിനറ്റ്സും ആക്കി. പിന്നെ ഇവിടെ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. അതൊരു ബ്ലാങ്ക് സ്പേസ് ആയിട്ട് വെക്കുന്നതിന് പകരം അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ബാസിത്തും സോയിലും കൂടിയിട്ട് ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്യാം. മേളിൽ ഗ്ലാസും സാധനങ്ങളൊക്കെയും താഴെ സ്റ്റോറേജ് സ്പേസും. വീതി കുറഞ്ഞ സ്ലാബാണെങ്കിലും വളരെ കൺവീനിയൻ്റ് ആണ് സാധനങ്ങൾ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ കിച്ചണിൽ ക്രോസ് വെൻറ്റിലേഷൻ വേണമെന്ന് നിർബന്ധം പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേരമായിരുന്നു ഫ്രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഒരു ഡോറ് വെച്ചു. വലിയ വിൻഡോസ്, സ്ലൈഡിങ് വിൻഡോസ്. ഇവിടുന്ന് ഈ സൈഡ് ക്ലോസ് ആക്കുന്നതിന് പകരം പുറത്തേക്ക് ഒരു വ്യൂ കിട്ടാൻ പാകത്തിന് ഇവിടെ ഒരു കട്ടൗട്ട് വിൻഡോ കൂടി കൊടുത്തിരുന്നു. കിച്ചൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒരു പോർച്ച് എടുത്തത് കൊണ്ട് ആക്സസും എളുപ്പമാണ്. പിന്നെ ഇത് അത്യാവശ്യം ഒരു പാർക്കിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. വെൽക്കാനോട് ചോദിക്കിയത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും, ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്? ഇത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തതാണ്. അലൂമിനിയത്തിൻ്റെ ഫ്രെയിമും PVC ഷീറ്റ്, അതുപോലെ തന്നെ നമ്മൾ തട്ടിലൊക്കെ ഉപയോഗിച്ചത് മൾട്ടിവുഡാണ്. മൾട്ടിവുഡ് ഷീറ്റാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ഒന്നും വരാത്തതാണ്. അതുപോലെ തന്നെ ഇഞ്ചസുകളൊക്കെ സ്റ്റീലിൻ്റെ ഇഞ്ചസാണ്. അത് ഇവർ പെർമനൻ്റ് അടിസ്ഥാനത്തിലുള്ള വെൽപ്പുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്യാസ് വെക്കാനുള്ളൊരു ഏരിയ ഉണ്ട്, ഗ്യാസിൻ്റെ ഡപ്പ. പിന്നെ കുറച്ച് ഒരു ഓപ്പണും പിന്നെ ഒരു മസാല വെക്കാനുണ്ട്. ഇതാണ് ഈ വീട്ടിലെ കിഡ്സ് ബെഡ്റൂം. ഇത് ഞങ്ങളുടെ റൂം. നല്ല വലിയൊരു സ്പേഷ്യസ് റൂമായിട്ടാണ് കിട്ടിയത്. ഇവിടെ 2 ബെഡ്, ഇവിടെ ഞങ്ങളുടെ കബേർഡ്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ്. അപ്പോൾ ഇവിടെ വാഷ്റൂമും കബേർഡ്. പിന്നെ റൂമിൻ്റെ അകത്ത് കളിക്കാനായിട്ട് തന്നെ ഒരു വലിയൊരു റൂമാണ്. ഇത് ഞങ്ങളുടെ ബാൽക്കണി. ഇവിടെ ഓപ്പൺ വ്യൂ ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ ക്രിസ്മസിന് ഇവിടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ലൈറ്റ്സും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാനായിട്ടൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ മഴയൊക്കെ ചെയ്യുമ്പോൾ മഴ കൊള്ളാനും പറ്റും. പിന്നെ ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂവും കിട്ടും. This is my father and mother's room. This is the cupboard, and there's an attached washroom here. This is a utility space. There it's a big space, so there we put a washing machine. We hang our clothes here, and then we can play also here. ബാസിത്തിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ആസ് ഇഫ് ഹീ ഈസ് വൺ ഓഫ് അവർ ഫാമിലി മെമ്പേഴ്സ്. വെരി ക്ലോസ് ആൻഡ് ട്രസ്റ്റ് വർതി ആൻഡ് വെരി ഓണസ്റ്റ് ആൻഡ് സിൻസിയർ. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ അബൌട്ട് ഹിം. ആൻഡ് വി ആർ പ്ലാനിങ് ടു ഗിവ് വൺ മോർ വർക്ക് shortly to him only. We don't look for any other engineer or a contractor. We trust him completely. Thank you. നമുക്ക് ഇങ്ങനെ ഒരു വീട് ചെയ്യാൻ നിങ്ങൾ
കോൺടാക്ട് ചെയ്യാൻ മതിയോ? കോണ്ടാക്ട് ചെയ്താൽ ഓക്കെ നമുക്ക് ചെയ്യാലോ. ഓക്കെ. അപ്പോൾ ഈ വീട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ ഏകദേശം എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ട്? ഇതിന് നമ്മൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് 35 ലാക്കാണ്. 35 ലാക്ക്? വെറും. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റിയല്ലോ ആ ഒരു എമൗണ്ടിന്. ഓക്കെ. മുമ്പുണ്ടായിരുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രക്ക് മിനിമലായിട്ട് എന്നാലും നല്ല രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഈ വർക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇതായിട്ട് കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച് തന്നതുകൊണ്ട് അത്രയും നീറ്റായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്തല്ലോ.